ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. പൊന്നാനിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ലീഗ് നേതാവ് KS ഹംസയാണ് CPM പട്ടികയിലെ അപ്രതീക്ഷിത സാന്നിധ്യം. എറണാകുളത്ത് അധ്യാപക സംഘടനാ നേതാവ് KG ഷൈനാണ് സ്ഥാനാർത്ഥി. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും മത്സരിക്കും. ഒരു മന്ത്രി, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, 3 MLA മാർ, 3 ജില്ലാ സെക്രട്ടറിമാർ, 2 വനിതകൾ, ഒരു യുവജന നേതാവ്, ഒരു പൊതുസ്വതന്ത്രൻ എന്നിങ്ങനെ ജനപ്രിയതയും പരിചയസമ്പത്തുമെല്ലാം ചേരുന്ന സന്തുലിത സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് CPM സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ നിന്ന് ജനകീയ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരരംഗത്തിറങ്ങും. ആലത്തൂർ സീറ്റ് തിരിച്ചുപിടിക്കുകയാണ് K രാധാകൃഷ്ണന്റെ ദൗത്യം. പാർട്ടിയുടെ മറ്റ് 2 ജനപ്രിയ മുഖങ്ങളായ KK ശൈലജ വടകരയിലും ഡോക്ടർ TM തോമസ് ഐസക് പത്തനംതിട്ടയിലും ജനവിധി തേടും. CITU നേതാവും രാജ്യസഭാംഗവുമായ എളമനം കരീം കോഴിക്കോട് സീറ്റിൽ നിന്നാണ് മത്സരിക്കുക. പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവൻ പഴയ തട്ടകമായ പാലക്കാട് സീറ്റിലേക്ക് വീണ്ടും എത്തും. 1989 പാലക്കാടിൽ നിന്ന് ലോക്സഭയിലെത്തിയ നേതാവാണ് A വിജയരാഘവൻ. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണ മാസ്റ്റർ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും MLA-യുമായ V ജോയ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. ആലപ്പുഴ സീറ്റിൽ സിറ്റിംഗ് MP AM ആരിഫിന് വീണ്ടും സീറ്റ് നൽകി. ഇടുക്കിയിൽ ജോയ്സ് ജോർജിനാണ് സീറ്റ്. 3ാം തവണയാണ് ജോയ്സ് ഇടുക്കിയിലെ CPM സ്ഥാനാർത്ഥിയാകുന്നത്. ചാലക്കുടിയിൽ മുൻമന്ത്രി C രവീന്ദ്രനാഥും കൊല്ലത്ത് M മുകേഷ് MLA-യും മത്സരിക്കും. പൊന്നാനിയിൽ രാഷ്ട്രീയ പരീക്ഷണത്തിന് ഉതകുന്ന സ്ഥാനാർത്ഥിയാണ് ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. ലീഗിൽ നിന്ന് നടപടി നേരിട്ട് പുറത്തായ KS ഹംസ പൊതുസ്വതന്ത്രനായി പൊന്നാനിയിൽ മത്സരിക്കും. സമസ്തയുടെ നേതാവ് കൂടിയാണ് ഹംസ. KS ഹംസയുടെ കടന്നുവരവോടെ പൊന്നാനിയിലേക്ക് പരിഗണിച്ചിരുന്ന DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് മലപ്പുറം മണ്ഡലത്തിലേക്ക് മാറി. എറണാകുളം മണ്ഡലത്തിൽ പുതുമുഖമായ KJ ഷൈനാണ് CPM സ്ഥാനാർത്ഥി. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ ഷൈൻ അധ്യാപക സംഘടനാ നേതാവാണ്. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ ചർച്ച ചെയ്യും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ 27-ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ R ശ്രീജിത്തിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.